ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വരികയും ഒരുപാട് പേര് ജയിലിലാവുകയൊക്കെ ചെയ്ത സമയത്തൊക്കെ തന്നെ വളരെ സേഫായിട്ട് ഇന്ന ഒരാളുണ്ട്. കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന PS പ്രശാന്ത്. ഞങ്ങളുടെ നെടുമങ്ങാട്ട് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കോൺഗ്രസ്സുകാരനായിരുന്നിട്ട് ഭരണം മാറിയപ്പോഴേക്കും മരണം ചാടി ചെന്ന് കിട്ടിയ സ്ഥാനമാണ്. ഇപ്പോൾ ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, പ്രശാന്തും ഇവരെ കൂട്ടത്തിൽ തന്നെ അകത്തോട്ട് പോകാനുള്ള സാധ്യത തെളിയുന്നു. അത് ഈ പണി ചോദിച്ചു മേടിക്കുക, വഴിയെ പോയ വയ്യാവേലി ഓട്ടോറിക്ഷ വെച്ച് പിടിക്കുക. പ്രശാന്തിന് പറ്റിയൊരു ഗുണം, ഇയാൾ തോറ്റ അമ്പിയതിന് തൊട്ട് പിന്നാലെ CPM പോകുന്നു, പിണറായിക്ക് പ്രിയപ്പെട്ടവനാകുന്നു, അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാകുന്നു. വലിയൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പുറത്ത് കഴിഞ്ഞ ദിവസം വരെ, ഇന്നലെ വരെ അപ്പുറത്ത് നിന്നവനെ പിടിച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KP അനിൽകുമാറിന് കിട്ടിയല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നല്ല വലിയ പദവിയാണ്. ഈ വലിയ പദവിയാണെന്ന് അതോടുകൂടി ഈ പ്രശാന്ത് തൻ്റെ കടങ്ങളൊക്കെ വീട്ടിയെന്നും പുതിയ കോടികളുടെ വീട് നിർമ്മിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ആരോപണം വരിക നമ്മളൊക്കെ വാർത്ത കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു BJP-ക്കാരാണോ അതോ യൂത്ത് കോൺഗ്രസ്സുകാരാണോ പൊക്കിക്കൊണ്ടുവന്നതെന്ന് അറിയില്ല. നമ്മുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ അമൽ രുദ്ര പോയി ചെയ്തതാണ്. ഇയാൾ വലിയ കോടികളുടെ വീട്. ഇന്നലെ വരെ കടക്കണിയിലായിരുന്ന ഒരാൾ പെട്ടെന്ന് ലോട്ടറി അടിച്ചതിലേക്ക് വരുന്നു, വെക്കുന്നു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, വഴിയെ പോയ വയ്യാവേലി ഓട്ടോറിക്ഷ എന്ന് വിളിച്ചത്. അതായത് കോൺഗ്രസിൽ നിന്നിരുന്ന ആൾ, മാനമര്യാദയ്ക്ക് നിന്നിരുന്ന ആൾ സുപ്രഭാതി അപ്പുറത്തെയാടുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നു. ഇതാ ഇപ്പോ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്നുകൊണ്ട് കിട്ടാവുന്നതിന്റെ പരമാവധി സ്ഥാനങ്ങൾ നേടിയെടുത്ത ആളാണ്. ബറാക്കം കൊടുക്കാതെ. എന്നിട്ട് അസംബ്ലി നിലപാട് തോറ്റു കഴിഞ്ഞപ്പോൾ മരണം ചാടിയതാണ്. എന്നിട്ട് അവിടെ ചെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വിലസി. പക്ഷേ ഇതാ ഇപ്പോൾ ആശാൻ അകത്ത് പോകാൻ തുടങ്ങുകയാണ്. കാരണം സ്വർണ്ണപ്പാളി മോഷണ കേസിലെ രണ്ടാം ഘട്ട അന്വേഷണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആദ്യ ഘട്ടത്തിൽ 10-12 പേര് അകത്തുപോയി. പിന്നെ A. പത്മകുമാർ, മുരാരി ബാബു, വാസു, തന്ത്രി, അതുപോലെ പഴയ അംഗമായിട്ടുള്ള പിന്നെ ശങ്കരദാസ് ഇവരൊക്കെ അകത്തു പോവുകയും തന്ത്രി വരെ അകത്തു പോവുകയും ചെയ്തു. തന്ത്രിയെ കുടുക്കിയതാണെന്നൊരു ആക്ഷേപം ഉയർന്നു. എന്താണെങ്കിലും തന്ത്രിയെ കുടുക്കിയതാണെങ്കിൽ അല്ലെങ്കിലും വീണ്ടും തന്ത്രിയൊക്കെ അകത്തു പോകാനുള്ള സാധ്യത തെളിയുകയാണ്. അതായത് 2025 വീണ്ടും സ്വർണ്ണപ്പാളി അഴിച്ചു കൊടുത്തു. ആ അഴിച്ചുകൊടുപ്പിലാണല്ലോ ഈ സംഗതി പുറത്തു വരുന്നത്. പിന്നീടാണല്ലോ ഇതെല്ലാം ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ രണ്ടാമത് കഴിഞ്ഞ വർഷം അഴിച്ചു കൊടുത്തതിലാണ് ഇതിന്റെ തുടക്കം. ആ അഴിച്ചു കൊടുപ്പിനകത്ത് വിജിലൻസിന്റെ, അതായത് എന്താ പറയുന്നത്, അഴിമതി നിരോധന നിയമപ്രകാരം ആ അഴിച്ചു കൊടുപ്പ് തെറ്റാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ 9 പേരെ പ്രതികളാക്കി SIT കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൽ ഒന്നാം പ്രതി PS പ്രശാന്ത്, അതുപോലെ തന്ത്രി പ്രതിയാണ്. ബോർഡ് അംഗങ്ങളായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, ഇക്കഴിഞ്ഞ തൊട്ടടുത്ത് മുമ്പിലത്തെ ബോർഡിൻ്റെ പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗങ്ങളായിരുന്ന അജികുമാർ, സന്തോഷ് കുമാർ, തന്ത്രി കണ്ഠര രാജീവര്, തിരുവാഭരണം കമ്മീഷണർ രജിലാൽ, ദേവസ്വം ബോർഡ് സെക്രട്ടറി ബിന്ദു, അതുപോലെ നമ്മുടെ പ്രമുഖനായ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ. അതെ. ഇതാണ് 2019 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെയും കട്ടളപ്പാളിയെ അതിനെ പൂശിയിരുന്ന സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയി അതിൽ വീണ്ടും സ്വർണം പൂശി മിനുക്കി ഇവിടെ കൊണ്ട് സ്ഥാപിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇതങ്ങ് മങ്ങിപ്പോയി. ഇത് മങ്ങിപ്പോയത് വീണ്ടും മിനുക്കണം എന്ന് പറഞ്ഞാൽ, അതായത് കരാറുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഈ 2019 ഇത് മാറ്റുന്ന സമയത്ത്, ഇത് മിനുക്കിക്കൊണ്ട് വെച്ച സമയത്ത് ഇതുവരെയായിട്ട് കരാറുണ്ടായിരുന്നു. ഇതിനെന്തെങ്കിലും അഭംഗിയോ ഇതിനെന്തെങ്കിലും മങ്ങലോ സംഭവിച്ചാൽ വീണ്ടും ചെയ്യാവുന്ന. അങ്ങനെയാണ് ഈ 2025 കഴിഞ്ഞ വർഷം ഇത് വീണ്ടും ഈ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിനകത്ത് ബാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇത് കൊണ്ടുപോരാൻ ഉള്ള ഒരു നീക്കം നടത്തിയത്. അങ്ങനെയാണ് 2010 ആ കൈമാറ്റത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് SIT കണ്ടെത്തി ഇന്നലെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും കിട്ടാനുള്ളത് ഒത്തിരി വൈകിയാണെങ്കിലും ഓട്ടോറിക്ഷ ഓടിച്ച് വരും എന്നുള്ള മനസ്സിലായത് അയ്യപ്പൻ്റെ അടുത്ത് കളിക്കാൻ പോയാൽ അതാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും പേര് വന്ന ഈ മുരാരി ബാബു ഈ കേസിലില്ല. അതാണ് ഏറ്റവും രസകരമായ കാര്യം. മുരാരി ബാബു, മറ്റെല്ലാത്തിൻ്റെ ആർച്ച് വില്ലനായിരുന്ന മുരാരി ബാബു ഇന്ന് ഈ കേസിൽ പ്രതി അല്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ കേസാണ്. 2 ഒന്ന് കട്ടളപ്പാളി ശ്രീകോവിലിൻ്റെ, 2 ദ്വാരപാല ശില്പങ്ങൾ. ഇതിപ്പോൾ മൂന്നാമത്തെ വീണ്ടും ഈ കട്ടളപ്പാളി എന്നുള്ളതാണ്, നിറം മങ്ങിയതിൻ്റെ പേരിൽ. അതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതിനകത്തും തന്ത്രി കണ്ഠര രാജീവര് പ്രതിയായിരിക്കുകയാണ്. അപ്പം എല്ലാവരും പറഞ്ഞത് കണ്ഠര രാജീവരെ കുടുക്കി എന്നാണ് പറഞ്ഞത്. അതായത് അന്ന് നമ്മൾ അദ്വൈതം സിനിമയാണ് ചർച്ച ചെയ്തത്. അതെ.
ഇത് അദ്വൈതം സിനിമയിൽ നടന്നത് എന്താണോ അത് തന്നെയാണ് ഇവിടെയും നടന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തു. പണ്ട് ഗുരുവായൂർ അമ്പലത്തിലും കെ കരുണാകരൻ മുഖ്യമന്ത്രി കാലത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഒരു തിരുവാഭരണ മോഷണം പോയിട്ട് അവിടുത്തെ ഒരു നമ്പൂതിരി അറസ്റ്റ് ചെയ്തതും അന്ന് വലിയ വിവാദമായിരുന്നു അവിടുത്തെ. ഒരുപക്ഷെ അതായിരിക്കും അന്ന് പീതാംബരം മാഷ് അദ്വൈത എഴുതിയത്. അപ്പം എന്തായാലും ഇദ്ദേഹത്തിന് ഇപ്പോൾ ഈ തന്ത്രിക്ക് ഇനിയിപ്പോൾ ശബരിമല കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ ശരിക്കും ഈ 2019 നടന്ന ഈ ഗുരുതരമായിട്ടുള്ള ഈ സ്വർണ്ണപ്പാളി മോഷണം അല്ലെങ്കിൽ സ്വർണ്ണപ്പാളിയിലുള്ള സ്വർണം പൂശൽ, ഇതിനകത്ത് അന്ന് വലിയ ക്രമക്കേട് നടന്നു. അപ്പോൾ ആ ക്രമക്കേട് മറയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ 2025 വീണ്ടും ഇത് അഴിച്ചെടുത്തുകൊണ്ട് പോയത് എന്നാണ് പറയുന്നത്. അപ്പം അന്നത്തെ ക്രമക്കേട് കാരണമാണ് സാധനം മങ്ങിപ്പോയത്. ഇത് മങ്ങിപ്പോയത് വീണ്ടും ഇത് പ്രശ്നമായി മാറും എന്ന് കണ്ടുകൊണ്ടാണ് ഇത് ആരുടെ അനുവാദമില്ലാതെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. ഈ 6 വർഷം കൊണ്ട് ഈ തങ്കപ്പാളികളുടെയും സ്വർണത്തിൻ്റെയും നിറം മങ്ങുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് അഴിച്ചുകൊണ്ട് പോയവന്മാർക്കെതിരെ കേസെടുത്ത് ശാസ്ത്രീയമായ ഒരു അന്വേഷണമാണ് നടത്തേണ്ടത്. അതായത് ഇതിന് എന്തുകൊണ്ട് ഇത് മങ്ങി, ഇതിൽ സ്വർണ്ണമാണോ അത് മറ്റോ വല്ല ലോകമാണോ? സ്വാഭാവികം ആരും സംശയിക്കൂലേ സ്വർണ്ണത്തിൽ ചെയ്തുകൊണ്ടുന്ന സാധനത്തിന്റെ നിറം മങ്ങി എന്ന് പറഞ്ഞാല് നമ്മൾ അവർ പരാതി കൊടുക്കേണ്ടവരല്ല. അപ്പോൾ അതിനെ മുതിരാതെ ഇവരെന്ത് ചെയ്തു? വീണ്ടും ഇത് അതേ ആളിനെ കൊടുത്തു. അതേ ആളിന്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുത്തു. അപ്പം സ്വർണത്തിന്റെ ഗുണനിലവാരം കുറഞ്ഞു, അല്ലെ യഥാർത്ഥ സ്വർണം ഇവരടിച്ചു മാറ്റിയിട്ട് വേറെ സ്വർണം കൊണ്ടുവച്ചു, അതിന് നിലവാര തകർച്ച ഉണ്ടായി എന്നുള്ളത് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാണ് അതീവ രഹസ്യമായിട്ട് ഈ പാളികൾ അടിച്ചുകൊണ്ടുപോയത്. അപ്പോൾ ഇവരെന്താ പറഞ്ഞേ? 2019 ഇത് ചെയ്തപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസും മറ്റേ ഈ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധനും ഇവരും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും എല്ലാം ചേർന്നുള്ള ഒരു കളിയായിരുന്നു. അപ്പോൾ അന്ന് അവരൊരു വാറണ്ടി കൊടുത്തിരിക്കും. സാധാരണ നമ്മൾ എന്തെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മേടിക്കുമ്പോഴൊക്കെ വാറണ്ടി കിട്ടും. അപ്പോൾ ഈ അന്ന് മാറ്റിയ പാളിക്ക് അവരൊരു വാറണ്ടി കൊടുത്തിരുന്നു. ആ വാറണ്ടി പാലിക്കാൻ വേണ്ടിയാണ്, ആ വാറണ്ടി പ്രകാരം നമുക്കിത് വീണ്ടും കൊടുക്കാം. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് രണ്ടാമത് അഴിച്ചുകൊണ്ട് പോകുന്നത്, ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ട് വെക്കുന്നതുമൊക്കെ അങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് നല്ല ഒത്തുകളി നടന്നു. ഇത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥരും ഈ പറയുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാരും തമ്മിൽ വലിയ ഇതിനകത്ത് ശരിക്കും പ്രതിക്കൂട്ടിലാകേണ്ട ഒരു പാർട്ടികളുണ്ട്. അവർ പക്ഷേ ഇതുവരെ ഇതിൻ്റെ ചിത്രത്തിൽ വന്നിട്ടില്ല. പോലീസ്. കാരണം പോലീസ് അവിടെ ടെമ്പിൾ സ്ക്വാഡുണ്ട്, അതായത് 10 പേരടങ്ങുന്ന ഒരു സംഘം. അവർക്കാണ് ഈ തിരുമുറ്റത്തിൻ്റെയും ശ്രീകോവിലിൻ്റെയും കംപ്ലീറ്റ് ചുമതല. അപ്പോൾ നട അടച്ചിരിക്കുന്ന സമയത്ത് ഇവരവിടെ കാണും. അവരാണ് ഫുൾ ടൈം അവിടെ. എന്ത് പറഞ്ഞാലും അവരുടെ GD എൻട്രി വേണം. ഒരു ജനറൽ ഡയറി എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷൻ പോലെ തന്നെ ഇതിനായിട്ടൊരു ജനറൽ ഡയറി ഉണ്ട്, GD. അപ്പോൾ ആ ഡയറിക്കകത്തേക്ക് ഇത് എൻട്രി ചെയ്ത് കൊടുക്കും. ഈ GDയിൽ ഇത് എൻട്രി ചെയ്തിട്ടില്ല. അത് 2019 കൊണ്ടുപോകുകയും ചെയ്തിട്ടില്ല, 2025 അതും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനകത്ത് പോലീസിൻ്റെ ഭാഗത്ത് ആ പോലീസിലേക്ക് ചെല്ലണം. എന്തുകൊണ്ട് ഇവരറിയാതെ പോയി? എന്തുകൊണ്ട് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇതറിയാതെ പോയി? അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ നടപടിക്രമങ്ങളിൽ വൻ വീഴ്ചയും ക്രിമിനൽ ഗൂഢാലോചനയും ഉണ്ട്. പക്ഷേ സ്വർണം ഭൗതികമായി നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ സ്വർണം തിരികെ ലഭിച്ചതുകൊണ്ട് മാത്രം കുറ്റകൃത്യം അല്ലാതാകുന്നില്ല. അതായത് ഈ പറയുന്ന സംഭവം അനുമതി മേടിക്കാതെയും പിന്നെ സർക്കാർ സ്ഥാപനം തന്നെയാണല്ലോ ദേവസ്വം ബോർഡ്, ശബരിമല എല്ലാം തന്നെ. ഫലത്തിൽ അങ്ങനെയുള്ള സ്ഥലത്തിൽ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ലംഘിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ സ്വാഭാവികമായി അവിടെ ക്രമക്കേട് നടന്നു വന്ന നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. വലിയ ഗുരുതരമായ വീഴ്ചയെന്നാണ് SIT പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരും. അതുപോലെ ഇതിൽ ഓഡിറ്റിംഗ് ഉള്ളതാണ്. ഈ പറയുന്ന ശബരിമലയിൽ നടക്കും ഏത് പ്രവർത്തികൾക്കും ഓഡിറ്റിംഗ് ഉള്ളത്. ദേവസ്വം കമ്മീഷണറും അവരെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന ദേവസ്വം സെക്രട്ടറി. സ്വാഭാവികം സംശയിക്കേണ്ടത് ഇത് മാത്രം ശബരിമല മാത്രമല്ല, എത്രയോ മേജർ ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അവിടെ ഇതുപോലത്തെ പല ആഭരണങ്ങളും മറ്റ് പൂജാ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കുക. ഇതെല്ലാം ഇവർ അടിച്ചു മാറ്റിക്കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ട് വെച്ചിട്ടില്ല. നമുക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? ഇതിനകത്ത് വേറെ ഒരു വലിയ പോയിന്റ് ഒന്നും, ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതായതുകൊണ്ടും SITക്ക് ബാധ്യത ഹൈക്കോടതിയോട് മാത്രമായതുകൊണ്ടും ഇവർക്കൊരിക്കലും ഈ സർക്കാരിന്, ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല. അതായിരുന്നു പിണറായി വിജയന് പറ്റിയ അബദ്ധം. പിന്നെ VD സതീശൻ ഒരിക്കലും ഇതിന് കൂട്ടു നിൽക്കാത്ത ഒരാളായതുകൊണ്ട് ഇതിന്റെ അട്ടിമറി എന്ന് പറഞ്ഞൊരു ഭീഷണിയെ ഇതിലില്ല. സത്യസന്ധമായ ഒരു കേസ് അന്വേഷണമാണ് വിശ്വാസം കൂടിയാണല്ലോ. അതെ, SITയുടെ നേതൃത്വത്തിൽ നടക്കുക. അപ്പോൾ ഈ SITയുടെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷണം നടക്കുമ്പോൾ ഉറപ്പായും ഈ പറഞ്ഞ ആൾക്കാർ ഇനി അകത്തു പോകും. PS പ്രശാന്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അകത്തു പോകുമെന്നാണ് കരുതിയിരുന്നത്.
പക്ഷെ അവർ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറച്ചുകൂടെ SIT കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷമാണ്. പ്രശാന്തിനെ പലതവണ ചോദ്യം ചെയ്തെങ്കിലും ഇയാളെ കൊണ്ടുപോകാൻ തക്കതായിട്ടുള്ള വകുപ്പുകളൊന്നും ഇതിനകത്ത് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യായിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്നു, അഴിമതി നിരോധന നിയമം വന്നു, ക്രിമിനൽ ഗൂഢാലോചന വന്നു. ഇങ്ങനെ ഈ 9 പേരെ പ്രതിയാക്കുമ്പോഴത്തേക്ക് ഇവരെ എല്ലാം ഓരോരുത്തരെ ആയിട്ട് അറസ്റ്റ് ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതിന് തക്കതായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച എനിക്കൊന്ന് കോടതിയുടെ എന്തോ പരാമർശം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഇവരെ മൊത്തം അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. എന്തായാലും സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള ഇലക്ഷൻ സമയത്തൊന്ന് മന്ദഗതിയിലായെങ്കിലും വീണ്ടും വാർത്തകളിലേക്ക് വരികയാണ്. എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? ഇപ്പോഴും ഒരു പുകമറ മാത്രമാണുള്ളത്. ഇതിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇവർക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയില്ല 90 ദിവസം. അതാണ് പലരും ജാമ്യം കിട്ടി, അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് പത്മകുമാർ, ഈ പറയുന്ന മുരാരി ബാബു, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, വാസു, പിന്നെ ഹരിശങ്കറിന്റെ അപ്പൻ, അതെ ഇല്ലേ, ശങ്കരദാസ്, ഇവരൊക്കെ അതിനകത്തുനിന്ന് ഊരിപ്പോയത് അങ്ങനെയാണ്. അവരൊക്കെ ഇനിയും രക്ഷപ്പെട്ടു പോവും. ഇപ്പോൾ പത്മകുമാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അയാൾക്കെതിരെ ഗുരുതര പരാമർശമൊന്നും ഉണ്ടായിരുന്നില്ല, അയാളെ കുടുക്കിയതാണെന്നുള്ള രീതിയിലാണ്. എന്താണെങ്കിലും വീണ്ടും സ്വർണ്ണക്കൊള്ള സജീവമാവുകയാണ്. PS പ്രശാന്ത് മുൻ കോൺഗ്രസ് നേതാവായിരുന്നു. ഈ മറുകണ്ഠം ചാടി പദവികളൊക്കെ വാങ്ങിയതാണ്. വീട്ടിൽ വെറുതെ കുത്തിയിരിക്കേണ്ട സമയത്ത് വെറുതെ അകത്ത് പോയി കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. എന്തായാലും സ്വർണ്ണക്കൊള്ളയും എല്ലാം സജീവമായിട്ട് തന്നെ മുന്നോട്ട് വരട്ടെ. ഇതിനകത്ത് ഉൾപ്പെട്ടവരെല്ലാം തന്നെ ജയിൽവാസം അനുഭവിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.